Good afternoon all. Afternoon. പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള് എവിടം വരെയാ എടുത്തേന്നോ? എവിടം വരെയാ എടുത്ത് നടത്തിയത്? Nature of employee relations and scope of employee relations. പറയാം എവിടം വരെയാ എടുത്ത് നടത്തിയത്? വായിച്ചു നോക്കിയില്ലേ? വായിച്ചു നോക്കണോട്ടോ, വലിയ ചാപ്റ്റർ ആണ്. നമ്മളപ്പോ പിന്നെ വായിക്കാമെന്ന് വിചാരിച്ചു വയ്ക്കരുത്, വായിച്ചു പോകാൻ തന്നെയായിട്ട് ശ്രമിക്കണം. ഓക്കെ, സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് കംപ്ലീറ്റഡ് ആയോ? വായിച്ചു നോക്കിയതാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ കംപ്ലീറ്റ് ചെയ്ത് പോണം. ലെജിസ്ലേഷൻ വായിക്കുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും വായിച്ച് തന്നെ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കറിയാം ലാസ്റ്റ് അല്ലെ 2 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. ലേബർ ലെജിസ്ലേഷൻ ആൻഡ് ഗ്രീവാൻസ് റിഡ്രസൽ. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കണ്ടായിരുന്നു എന്താണ് എംപ്ലോയർ റിലേഷൻസിൽ അല്ലെ അവിടെ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് തൊഴിലുടമയോട്, അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ യൂണിയൻ നേതാക്കളൊക്കെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടും എംപ്ലോയർക്ക് വേണ്ടിയിട്ടുമുള്ള സംഘടനകളൊക്കെ ഉണ്ടാവുമ്പോൾ അവരൊക്കെ ആയിട്ട് അല്ലെ അവരൊക്കെ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇൻ കേസ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എല്ലാ തരത്തിലുള്ള വ്യക്തികളുമായിട്ട് കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഡിസ്പ്യൂട്ടുകളൊന്നും ഇല്ലാതെ. അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ സംഘടനകളായ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ നടത്തണമെങ്കിൽ നല്ലൊരു നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ നല്ല രീതിയിൽ നമുക്കൊരു അല്ലെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ കളക്റ്റീവ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകാലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേബർ ലെജിസ്ലേഷൻ ആണ്. ഓക്കെ, ലേബർ ലെജിസ്ലേഷനിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ലേബർ ലെജിസ്ലേഷൻ കെയിം ഇൻടു എക്സിസ്റ്റൻസ് അല്ലെ. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? നമ്മുടെ അല്ലെ ഹെൽത്ത്, ആരോഗ്യം അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനം, വർക്കേഴ്സിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആയി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്തെങ്കിലും നിയമ നടപടികളൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക് ഹെൽത്ത് അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന് നല്ല ഹസാർഡ്സ് എന്താണ് അപകടം പിടിച്ച മേഖലകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫോളോ പോവേണ്ടതായിട്ട് വരും. എവിടെയെങ്കിലും നമ്മൾ ഫോളോ ചെയ്ത് പോവാതിരുന്നാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും പെനാൽറ്റി ഒക്കെ ഈടാക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടും. സോ എപ്പോഴും നമുക്കറിയാം അത്രയും അല്ലെ നമുക്ക് പെനാൽറ്റി ഒന്നും വരാത്ത തക്ക വിധത്തില് നിയമങ്ങൾ നമ്മൾ പാലിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ ആ കമ്പനി ആ നിയമങ്ങൾ പാലിച്ചു പോകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് എന്താണ് അവിടെ അവരുടെ അല്ലെ എംപ്ലോയീസിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതനുസരിച്ചിട്ടുള്ള ആക്ടുകൾ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകേണ്ടതും ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അറിയാവുന്ന കാര്യമാണ്. ആക്ടുകൾ നമുക്ക് നിയമങ്ങൾ അല്ലെ ഇത്ര ഇന്ന ഇയറിലൊക്കെ
ഇൻഡസ്ട്രിയൽ ആക്ട്, ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആക്ടുകൾ തീർച്ചയായിട്ടും വർക്കേഴ്സിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ വരുന്നത്. ആ നിയമങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ പാലിച്ചു പോകേണ്ടതാണ്. നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ. ഓക്കെ, അപ്പോ എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? എംപ്ലോയീസ് ഗ്രീവൻസസ് ആണ് കണക്റ്റഡ് ടു ദ കോൺട്രാക്ട്, വർക്ക് റൂൾസ് ഓർ റെഗുലേഷൻ, പോളിസി ഓർ പ്രൊസീജിയർ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ, പാസ്റ്റ് പ്രാക്ടീസ്, ചേഞ്ചിങ് ദ കൾച്ചർ നോംസ്, യൂണിലാറ്ററലി ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ, വേജ് ബോണസ് എക്സെട്ര. നമുക്കറിയാം പലതരത്തിലുള്ള പരാതികൾ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെ. അവർക്ക് പരാതികൾ ഇപ്പൊ കൊടുക്കുന്ന എന്തിനാണ്? പരിഹാരം കണ്ടെത്തിയാൽ മാത്രമാണ് ആ ഒരു സ്മൂത്ത് ആയിട്ട് ഓർഗനൈസേഷനിൽ മുന്നിൽ പോകാൻ സാധിക്കുള്ളൂ അല്ലെ. തൊഴിലാളികൾ എന്തെങ്കിലും താല്പര്യങ്ങളോ എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും അല്ലെ. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പരാതികൾ വരാൻ സാധ്യതയുണ്ട്? അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം. അതല്ലെങ്കിൽ വർക്കിന്റെ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം മതിയായ സാലറിയും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഇനി എന്താണെങ്കിലും അത് പരിഹരിച്ച് പോകേണ്ടതാണ് അല്ലെ. വർക്ക് റൂൾ ഓർ റെഗുലേഷൻ, പോളിസി ഓർ പ്രൊസീജിയർ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ, പാസ്റ്റ് പ്രാക്ടീസസ് അല്ലെ. അവിടെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. ആ ഒരു നിയമ നടപടികൾ അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഫോളോ ചെയ്യണം. അതല്ല എങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വേണമെങ്കിൽ അത് ചേഞ്ചിങ് ദ കൾച്ചർ നോംസ് യൂണിലായിട്ട് വരും. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യകത വന്നാൽ അതനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചിങ് വരുത്തേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എംപ്ലോയീസിനെ എല്ലാം തന്നെ ഈക്വൽ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പരിഹാരങ്ങൾ അല്ലെ പരാതികൾ ഒടുങ്ങാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് നമുക്കറിയാം പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും എംപ്ലോയീസിനൊക്കെ അല്ലെ എക്സ്പീരിയൻസ് ചിലപ്പോൾ സെയിം എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ വിക്ടിമൈസേഷൻ അല്ലെ ഒരു വേർതിരിവൊക്കെ കാണിച്ചിട്ട് ചിലരോട് മാത്രം അല്ലെ തൊഴിലുടമ എന്തെങ്കിലും വിവേചനമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതും അല്ലെ അതിനൊക്കെ നമുക്കറിയാം അതൊക്കെ പരാതികളിൽ പെടാൻ പറ്റുന്ന മാറ്റേഴ്സ് ആണ് അല്ലെ. വേജസ്, ബോണസ്, അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഒരു വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിരിക്കണം കമ്പനിയിൽ നിന്ന് ലഭ്യമാക്കേണ്ടത്. അതല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്താണ് പരാതികൾക്ക് പോവാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണണം അല്ലെ. അതല്ല എങ്കിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാനായിട്ടുള്ള കൊടുക്കണം. അതല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഫോളോ ചെയ്ത് പോകേണ്ടത്. All these grievances can be resolved through the grievance redressal procedure. ഓക്കെ, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും പരാതികൾക്കെല്ലാം തന്നെ നടപടിക്രമങ്ങൾ അല്ലെ. ഇൻ കേസ് ഒരു ആപ്ലിക്കേഷൻ പരാതികളുടെ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് കമ്പനി കൃത്യമായിട്ട് തന്നെ അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കണം അല്ലെ. അതിന് റിഡ്രസൽ പ്രൊസീജിയേഴ്സ് നമുക്കറിയാം പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. To develop harmonious industrial relations, to run an unbased, successful and dynamic workplace, grievance handling must be done effectively. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുമ്പോൾ എല്ലാവരോടും ഒരുപോലെയുള്ള രീതി പുലർത്തി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മളിപ്പോ പരാതികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം നമുക്കറിയാം വലിയ വലിയ കമ്പനി ആകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ഉള്ള എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ വിവേചനം തോന്നാം. ആക്ച്വലി ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം എവിഡൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ സെയിം ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർക്ക് തോന്നൽ കൊണ്ടായിരിക്കാം. എനിവേ നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗമൊക്കെയാണ് അല്ലെ. അവരത് ഫോളോ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതനുസരിച്ചിട്ട് അല്ലെ വിവേചനപൂർവ്വം എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് എംപ്ലോയിനോട് എല്ലാവരോടും ഒരുപോലെ കാണിക്കുന്നില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും പരാതികൾ ഉണ്ടാവാം. ഇൻ കേസ് പരാതികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് അവിടെ ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ ഏകോപിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ കമ്പനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും ചലനാത്മകമായ രീതിയിൽ അതായത് എവിടെയും ബ്രേക്ക്ഔട്ട് ഒന്നും സംഭവിക്കാതെ അല്ലെ. ഡൈനാമിക് വർക്ക്പ്ലേസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മസ്റ്റ് ബി ഡൺ എഫക്റ്റീവ്ലി. തീർച്ചയായിട്ടും ചിലപ്പോ ചില കമ്പനികളിലൊക്കെ ഉണ്ട് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ സേഫ് ആയിട്ട് വെക്കുള്ളൂ അല്ലെ. അതിനൊന്നും പരിഹാരങ്ങൾ കണ്ടെത്തില്ല.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? എന്തെങ്കിലൊക്കെ ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ് അല്ലെ. പരാതികൾക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തണം അല്ലെ. അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്താണോ പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടത്. ഇൻ കേസ് അവര് ആവശ്യപ്പെടുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോഴാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ, ചലനാത്മകമായ രീതിയിൽ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുത്താലാണ് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രസന്റേഷൻ വിസിബിൾ അല്ലേ? ഏതെങ്കിലും രീതിയിൽ വിസിബിൾ അല്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഒരുപാട് അതിന്റെ ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കി. അതായത് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിന് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇവിടെ എന്താണ് പല യൂണിയനുകളും അസോസിയേഷനുകളും അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് നടത്താനുള്ള ചർച്ചകളൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളും എല്ലാം അല്ലെ, എല്ലാം നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയാൽ ഓർഗനൈസേഷന് പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കമ്പനി ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാം. പക്ഷെ അതിനെല്ലാം തന്നെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പ്രശ്നമില്ലാതെ ഒരു കമ്പനിക്ക് മൂവ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരുപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചൊന്നും വരില്ല അല്ലെ. അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാമായിട്ട് കീപ്പ് ചെയ്യുക അല്ലെ. ഒരു ആക്റ്റുകൾ ഉണ്ടെങ്കിൽ ആക്റ്റായിട്ട് ഗവൺമെന്റ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിൽ ചിലപ്പോ ആണെങ്കിൽ നമുക്കറിയാം നിയമങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്താൽ മാത്രമാണ് കമ്പനിക്ക് നിലനിൽക്കുന്നോട് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇൻ കേസ് ചിലപ്പോ ആണെങ്കിൽ എംപ്ലോയീസ് ഒക്കെ അതിനെതിരെ അല്ലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും വർക്കുകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കോടതിയെ അവർ സമീപിക്കും. സോ എല്ലാം തന്നെ വ്യക്തമായിട്ട് അല്ലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണം. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകണം. എല്ലാ അസോസിയേഷനും അല്ലെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏതൊരു കമ്പനിയിലെയും വിജയത്തിന് ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ എല്ലാ പോയിന്റ്സും ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിന്റെ ആ ഒരു ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ എന്താണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കമ്പനിയുടെ വിജയം കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. സോ അവിടെ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്സ് ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ ആദ്യം വേണ്ട ഒരു കാര്യം അവിടുത്തെ തൊഴിലുടമയും തൊഴിലാളിയും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ. ബാക്കി പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഏറ്റവും ഉപരി അല്ലെ അവിടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു അറ്റാച്ച്മെന്റ് അവർ തമ്മിൽ വേണം അല്ലെ. വർക്കേഴ്സും മാനേജ്മെന്റും. തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സും മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലുടമയും തൊഴിലാളികളും അല്ലെ. മാനേജ്മെന്റ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. പ്രൊട്ടക്ടിങ് ദ വെൽ ബീയിങ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ബൈ ക്രിയേറ്റിംഗ് excellent understanding and goodwill between the various sections that are responsible for production is the prime objectives of industrial relations. Okay, അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ അവിടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാത്തക്ക വിധത്തിൽ അല്ലെ പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും നമുക്ക് അറിയാം അവിടെ തൊഴിലാളികളെ കൊണ്ട് നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അല്ലെ അവിടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എക്സലന്റ് ആയിട്ട് അവർക്ക് പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, തൊഴിലുടമ ഇത്രയും എന്താണ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് അവർ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും എംപ്ലോയീസിന് അതിൽ നിന്ന് എന്തൊക്കെ പങ്ക് അല്ലെ എന്തൊക്കെ നേട്ടങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ട്,
തീർച്ചയായിട്ടും ഇവർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ടാർഗറ്റ് അവർക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും അല്ലെ. അതുപോലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, വെൽ ബീയിങ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ബൈ ക്രിയേറ്റിംഗ് എക്സലന്റ് അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും പരസ്പരം നല്ല ഒരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ തമ്മില് നല്ലൊരു ഗുഡ്വിൽ, അതായത് പേര് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലേക്ക് തന്നെ പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് ഉത്പാദനക്ഷമത അല്ലെ, പ്രൊഡക്ഷൻ കൂടുതലായിട്ട് അല്ലെ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തിൽ പറയുന്നത്. ഓക്കെ, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ തൊഴിലാളികളുടെയും കൂടി താല്പര്യം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്കും അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, ആ സ്ഥാപനത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. സോ അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്ത് അല്ലെ, അവർ തമ്മിൽ പരസ്പരം നല്ല ധാരണയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്, സംരക്ഷിക്കുക ഇരുകൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക. മാനേജ്മെന്റിന്റെ താല്പര്യത്തോടൊപ്പം തന്നെ തൊഴിലാളികളുടെ താല്പര്യത്തിനും ഒരു പ്രാധാന്യം കൊടുക്കുക. ഓക്കെയല്ലേ? Then second point നോക്കാം, to improve economic status of workers. Okay, തൊഴിലാളികൾ മാക്സിമം അഫോർഡോടുകൂടി പണിയെടുക്കണമെങ്കിൽ എന്താ പ്രത്യേകത? അവരുടെ ഇൻഡസ്ട്രികൾ സംരക്ഷിക്കുക എന്നൊപ്പം തന്നെ അവർക്ക് നമുക്കറിയാം അവരുടെ എക്കണോമിക്കല് സാമ്പത്തികമായ സ്റ്റാറ്റസ് ഒന്നും കൂടി അല്ലെ അത് വികസിപ്പിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. The aim of industrial relations is to enhance the economic standing of workers by increasing their wages and benefits and by assisting the workers in developing an effective budget. Okay, നമുക്കറിയാം ഇൻ കേസ് അല്ലെ എംപ്ലോയീസ് അത്യാവശ്യം നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ നിശ്ചിതമായിട്ടുള്ള ഡ്യൂട്ടിക്കുള്ള ഏർണിങ്സ് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തൊഴിലിൽ പ്രവേശിക്കുന്നത്. ഇൻ കേസിൽ നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുമ്പോഴെന്താണ് അവർക്ക് കുറച്ചും കൂടി അല്ലെ അവരുടെ വേജസ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വരുത്തത്തക്ക വിധത്തിൽ അല്ലെ ഇവിടെ പറയുന്നത് വേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് ബൈ അസിസ്റ്റിംഗ് ദ വർക്കേഴ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് എഫക്റ്റീവ് ബഡ്ജറ്റ്. അപ്പൊ ഒരു ചെറിയ നീക്കിയിരിപ്പ് ഇവർക്ക് അല്ലെ ഇൻ കേസ് ചിലപ്പോഴാണെങ്കിൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ PF പോലെയുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സോറി ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതില് പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ് നല്ലൊരു എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെ അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ അതിനെ ഒന്നുകൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവിടെ വേജസ് അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്സ് ഇവിടെ ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്താണ് PF ഇൻഷുറൻസോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇവരെയും കൂടി താല്പര്യാർത്ഥം നമ്മള് സേവ് ചെയ്യുമ്പോഴെന്താണ് അവർക്ക് എന്താണ് ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ. സാലറിയിൽ ഒരു വിഹിതം നമുക്കറിയാം നാളേക്ക് വേണ്ടി നീക്കിയിരിപ്പ് നടത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും തൊഴിലുടമയാണ് തൊഴിലാളികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ എന്താണ് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതർ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അവര് ആലോചിക്കുന്നത്. വോയിസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. Okay, to improve economic status of workers. The next പറയുകയാണെങ്കിൽ to regulate control of government. Okay അല്ലേ, 2 പോയിന്റ് നോക്കിയല്ലേ ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് അല്ലെ. Okay, then next നോക്കുകയാണെങ്കിൽ industry relations handle control of the government of those units that are facing a constant loss or the ones where production is controlled for the benefit of the public. തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റ് എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുന്നത്, ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇല്ലാന്നല്ല, പക്ഷെ പൊതുവെ നമുക്കറിയാം ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളോടൊപ്പം വ്യാപരിക്കാനാണ് അല്ലെ. ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ കുറച്ചും കൂടി അല്ലെ താല്പര്യങ്ങൾക്കൊക്കെ സ്വാഗതം ചെയ്യുന്നതായിട്ടായിരിക്കും എന്താണ് ഗവൺമെന്റ് നിലകൊള്ളുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ലോസും റെഗുലേഷൻസ് ഒക്കെ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും ഗവൺമെന്റ് അല്ലെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഹാൻഡിൽ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദോസ് യൂണിറ്റ്സ് ദാറ്റ് ആർ ഫേസിങ് എ കോൺസ്റ്റന്റ് ലോസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ എംപ്ലോയീസിന്റെ പബ്ലിക്കിന്റെ ബെനഫിറ്റ് അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രിക്ക് നഷ്ടമില്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ വേണ്ടവന്നെ അല്ലെ. നമ്മളിപ്പോ പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോഴാണ് ഇൻഡസ്ട്രിക്കും അതേമാതിരി തന്നെ പബ്ലിക്കിനും അനുയോജ്യമായ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇപ്പൊ മറ്റൊരു കാര്യം കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ഓഫ് ഗവൺമെന്റ് അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും എന്താണ് ഗവൺമെന്റിന് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവരുടെയും കൂടി നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ഇരുവരുടെയും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദോസ് യൂണിറ്റ്സ് ദാറ്റ് ആർ ഫേസിങ് എ കോൺസ്റ്റന്റ് ലോസ് ഓർ ദ വൺസ് വേർ പ്രൊഡക്ഷൻ ഇസ് കൺട്രോൾഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പബ്ലിക്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഇൻ കേസ് ഇൻഡസ്ട്രി മാത്രം എന്താണ് അവിടെ പ്രോഫിറ്റ് നേടിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവരെ ക്ഷേമ കാര്യങ്ങളൊന്നും സാധിച്ചെടുക്കാൻ പറ്റാതെ വരും അല്ലെ. നമ്മളെപ്പോഴും പറയും അവരെ എന്താണ് തൊഴിലാളികളെ മനസ്സിലാക്കി അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറയും, പക്ഷെ തൊഴിലുറപ്പ് മിക്കപ്പോഴും ചെയ്യുന്നവരില്ല അല്ലെ. അപ്പൊ അവരുടെ ക്ഷേമ താല്പര്യങ്ങൾക്കൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. സോ എന്താണ് ഇത്തരം നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ വരും. അവിടെ എന്താണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് തീർച്ചയായിട്ടും എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ അവസാനം ഒരു എഗ്രിമെന്റിലേക്ക് എത്തും അല്ലെ. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, എന്താണ് ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? നിയന്ത്രണം അല്ലെ, നിയന്ത്രിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെന്താണ് ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നോക്കുക, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് വർക്കേഴ്സിന് പങ്കാളിയാവാനായിട്ടുള്ള അവസരം കിട്ടുന്നു അല്ലെ. It aims at giving a chance to the workers to express their views in management and participate in decision making. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ചർച്ചകളൊക്കെ ബാർഗൈനിങ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ അവരുടെ അല്ലെ തീർച്ചയായിട്ടും എക്സ്പ്രസ് ദിയർ വ്യൂസ് അവരുടെ എംപ്ലോയീസിന്റെ ഒക്കെ കാഴ്ചപ്പാടുകളൊക്കെ അവിടെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അവിടെ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ, പ്രസന്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുന്നു. It also increases workers' power so that their problems are solved through joint discussion between the workers and the management. Okay, അപ്പൊ ഇൻ കേസ് നമുക്കറിയാം പ്രോബ്ലംസുകൾ ഉണ്ടാവുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ പരസ്പരം ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടാണ് അവിടെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. സോ ഇങ്ങനെ എന്താണ് അവിടെ വർക്കേഴ്സിനും ഇൻവോൾവ് ചെയ്യാം, പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു അല്ലെ. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് to ensure workers' participation. Okay, അല്ലേ? 4 പോയിന്റ് മുഖ്യമാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻസ്. ഇതിന്റെയൊക്കെ ഡ്യൂട്ടീസും സ്കോപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറെ അബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താ? ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻ. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻസ് so that the workers' strength can be enhanced. Okay, നമുക്കറിയാം ലേബർ യൂണിയനുകളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതെങ്ങനെയാണ്? സോ ദാറ്റ് ദ വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ് അല്ലെ. അവിടെ വർക്കേഴ്സിന്റെ പങ്കാളിത്തം കൂടുമ്പോൾ യൂണിയന് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും അല്ലെ. യൂണിയനിൽ ഏത് യൂണിയൻ ആണെന്നോ അതിൽ കൂടുതൽ മെമ്പർഷിപ്പ്, കൂടുതൽ വർക്കേഴ്സിന്റെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ എന്താണ് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് യൂണിയനും അതോടൊപ്പം തന്നെ മെമ്പേഴ്സിനും കിട്ടുന്നു. Okay, but to develop and support labor union, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ്
നമുക്കറിയാം യൂണിയനിലൊക്കെ അംഗത്വമൊക്കെ സ്വീകരിച്ച് ഒന്നിച്ച് നിന്ന് സ്ട്രെങ്തോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതിനും അല്ലെ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, ലേബർ യൂണിയനുകളൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. Then വീണ്ടും to prevent industrial conflicts. ഇങ്ങനെ തർക്കങ്ങൾക്കൊക്കെ ഒരു അല്ലെ നമുക്ക് ഒരു തടയിടാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാ? ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് തർക്കങ്ങളെ നമുക്ക് തടയിടാൻ സാധിക്കുമോ? ഉണ്ടാവും അല്ലെ. കാരണം നമ്മളൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ് പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ അനിവാര്യമാണ് അല്ലെ. അവിടെ സാഹചര്യം അവിടെ ലഭ്യമാകുകയും ചെയ്യും. കാരണം അവിടെ എന്താണ് യൂണിയനുകളൊക്കെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തർക്കങ്ങളെ പറഞ്ഞു തന്നെ പരിഹരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അനദർ ഒബ്ജക്റ്റീവ്സ് ഈസ് ടു റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. അവിടെ ഇൻഡസ്ട്രിയൽ വ്യവസായ തർക്കങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. ആൻഡ് കൾട്ടിവേറ്റ് പീസ്ഫുൾ റിലേഷൻസ് ദാറ്റ് വൈറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്റ്റീവ് വർക്ക്ഫോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് സമാധാനപൂർവമായിട്ടുള്ള ഒരു നല്ല ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒന്നിച്ച് അല്ലെ ഒന്നിച്ച് തന്നെ വർക്കേഴ്സ് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യും. സോ അവർക്ക് തന്നെ എന്താണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെ. ഒരു കുറച്ച് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വിവിധ യൂണിയനുകളും വിവിധ ഇതുകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും അല്ലെ. അതേസമയം ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സമാധാനത്തോട് കൂടിയിട്ട് അവിടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തി പോകാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഓഫ് എ നേഷൻ. അങ്ങനെ സമാധാനത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇൻഡസ്ട്രി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ നേട്ടം എന്തിനും കിട്ടും? രാജ്യത്തിനും കിട്ടും അല്ലെ. വ്യവസായ പുരോഗതി ഉണ്ടാവും. സോ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാൻ രാജ്യത്തിനും സഹായിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ തർക്കങ്ങളെ കുറച്ചുകൊണ്ട് വരുവാനും അതേപോലെ തന്നെ അവിടെ വലിയ പ്രശ്നമില്ലാതെ തന്നെ പീസ്ഫുൾ ആയ രീതിയിൽ തന്നെ സമാധാനപൂർവ്വമായി തന്നെ പരിഹരിക്കാനും അങ്ങനെ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പുരോഗതി കൈവരിക്കാനും സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഇതാണ് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. ഗേജിംഗ് ത്രെഡ് ഓഫ് സ്ട്രൈക്സ് ലോക്കൗട്ട്സ് ആൻഡ് എന്താണ് allows to the maximum extent by granting suitable wages, better life and workplace environment and promised banks and benefits is one of the main objectives of industrial relations. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് നമ്മൾക്ക് നല്ല ബെറ്റർ ലൈഫ് ഒക്കെ കീപ്പ് ചെയ്ത് അതേപോലെ തന്നെ വർക്ക്ഫോഴ്സ് ഒക്കെ നല്ല എൻവയോൺമെന്റിൽ നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ. എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രൈക്കും ലോക്കൗട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ എങ്കിലാവാതെ വിളിച്ച് അല്ലെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു അവസരങ്ങളില്ല. എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള വേജസും നല്ല ബെറ്റർ അല്ലെ ലൈഫ് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളും അങ്ങനെയൊക്കെ പ്രൊമിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷൻ ഇലക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ, വ്യവസായ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ കമ്പനിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. വ്യവസായ ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അല്ലെ സമൂഹത്തിലൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വ്യത്യസ്ത വ്യവസായങ്ങളൊക്കെ ഒരു നാഷണൽ ആകുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത വ്യവസായ യൂണിറ്റുകളൊക്കെ തന്നെ അവിടെ പോകുന്നുണ്ട്. ഓക്കെ, എല്ലായിടത്തും നമ്മൾ ഒരു ഐക്യവും ഒക്കെ കീപ്പ് ചെയ്ത് പോവാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾസോ എയിം ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി which is based on a labor partnership in a profit making. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന തൊഴിലുടമ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ് എയിം ഇടുന്നുണ്ട് അല്ലെ, ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴും അവരും ലക്ഷ്യമിടുന്നുണ്ട് അല്ലെ. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടണം, വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടണം,
അല്ലെ നല്ല ഭാവിയിലേക്ക് ഇച്ചിരി കരുതലൊക്കെ വെക്കണം, ഒരു സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടും അവിടെ കരുതൽ വെക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. തൊഴിലുടമയെ പ്രോഫിറ്റബിൾ ആഗ്രഹിക്കില്ലേ? തൊഴിലാളികൾ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? തൊഴിലുടമയും ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കും അല്ലെ? അപ്പൊ തൊഴിലുടമയും അതോടൊപ്പം തന്നെ തൊഴിലാളികളും തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയോട് കൂടിയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. This enables individuals to develop their personality fully so that they can work for the benefit of the industry and of course and of course of the nation. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം രാജ്യത്തിന് അതേപോലെ തന്നെ വർക്കേഴ്സിനും ഒക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് അല്ലെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബെനഫിഷ്യൽ റിട്ടേൺസ് ഒക്കെ കിട്ടണമെന്ന് ഏതൊരു ഇൻഡിവിജ്വലും ആഗ്രഹിക്കും. അങ്ങനെ വലിയ പ്രഷറൊന്നും ഇല്ലാതെ കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ല, തർക്കങ്ങളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ഇൻഡസ്ട്രിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അതായത് വ്യവസായ അല്ലെ ഇത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. വ്യവസായ ശരാധിപത്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് അവിടെയുള്ള ലേബറും അതേപോലെ തന്നെ തൊഴിലുടമയും എല്ലാം തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇരുകൂട്ടർക്കും നേട്ടങ്ങളുണ്ട്. ഒപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. To increase productivity. Increase productivity എന്ന് പറയുന്നത് നോക്കാം. Another objectives of industrial relations is to enhance productivity to superior level by ensuring that the employees work with full strength. ഓക്കെ, മുഴുവൻ ശക്തിയോട് കൂടിയിട്ടും വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സുപ്പീരിയറിനൊക്കെ അല്ലെ അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. കാരണം ഉത്പാദനക്ഷമമായിട്ട് തന്നെയാണ് പോകുന്നത്, കാരണം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും വരുന്നത് അപ്പൊ എന്താണ് നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വർക്കേഴ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, എന്ന് വെച്ചാൽ ഉത്പാദനക്ഷമത വർദ്ധിക്കും. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് എംപ്ലോയി ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. സോ ആ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും. To provide proprietary industry. Proprietary industry എന്ന് പറയുന്നത് okay, finally it provides ownership to make the workers in the organization where they are working. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഓണർഷിപ്പ് അവിടെ തൊഴിലാളികൾക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. The objectives of industrial relations is to fill the gap between the different sections of the industry and the society and from the complicated social relationship developing as a result of a technological progress by regulating and monitoring members and adjusting their conflicting interest. Okay, അല്ലെ പ്രധാനമായിട്ട് നമുക്ക് പറയുന്നത് ഉടമസ്ഥാവകാശം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അല്ലെ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ് അല്ലെ. അപ്പൊ സമൂഹത്തിലും വ്യാവസായികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും വിവിധ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുമ്പോൾ സാങ്കേതിക പുരോഗതി കൂടി അവിടെ നമുക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൂടി നമ്മുടെ ഫോക്കസ് ചെയ്ത് പോകണം. ഇൻ കേസ് തൊഴിലുടമയും തൊഴിലാളിയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് പോകട്ടെ, നല്ല ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സക്സസ് ആവും. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മാത്രമല്ല ഗവൺമെന്റിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അത് അനുശാസിക്കുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാം. അത് മാത്രമല്ല അല്ലെ നമുക്കറിയാം ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് അതും നമ്മൾ എന്താണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന വെച്ചാൽ ചിലപ്പോൾ ടെക്നോളജി നമുക്ക് നമ്മുടെ കമ്പനി മനസ്സിലാക്കി അത് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ടെക്നോളജി നമ്മുടെ കമ്പനിയെ സ്ഥാപിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണ്ടേ? വരുമോ? ഓക്കെ, അപ്പൊ എന്താണ് സാമൂഹിക ബന്ധങ്ങളിൽ അപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെ. ഇൻഡസ്ട്രി ആൻഡ് സൊസൈറ്റി ആൻഡ് റിഫോം ദ കോംപ്ലിക്കേറ്റഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പിംഗ് ആസ് എ റിസൾട്ട് ഓഫ് ടെക്നോളജി പ്രോഗ്രസ്. ഈ ടെക്നോളജി വികസിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും.
അല്ലെ നമ്മുടെ കമ്പനിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും അത് നടപ്പാക്കണമെങ്കിലും അതല്ലെങ്കിൽ അത് പ്രാവർത്തികമായിട്ട് നമുക്ക് ചിലപ്പോഴെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കുറച്ചു പേർക്കൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അവിടെ ലഭ്യമാകുകയുള്ളൂ. സോ എന്താണ് അവിടെ എന്താണ് പ്രൊപ്രൈറ്ററി ഇൻഡസ്ട്രി അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ എന്ന് വെച്ചാൽ അവരുടെ ഉടമസ്ഥയിലുള്ള ഒരു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് അതും കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കണമെന്ന് എന്താണ് തീർച്ചയായിട്ടും പ്രൊപ്രൈറ്റർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നടപ്പാക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആവശ്യമാണ് അല്ലെ. ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതുമായി അത് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കറിയാം അത് ഇമ്പോർട്ട് ചെയ്ത് മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ കമ്പനി സ്ഥാപിക്കണമെങ്കിൽ. അതേമാതിരി തന്നെ അത് ആക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിലും ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. സോ അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. 10 പോയിന്റ് ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കും, ഇത് നടക്കും അല്ലെ. നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും എല്ലാം അല്ലെ. നല്ല രീതിയിൽ എക്കണോമിക് സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് വർക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് വർക്കേഴ്സിന്റെ പങ്കാളിത്തമൊക്കെ ഉറപ്പാക്കി എന്താണ് അവിടെ അവരുടെ നോളജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതേമാതിരി തന്നെ വ്യവസായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ ബെറ്റർ ആയിട്ട് തന്നെ മറ്റു ഇൻഡസ്ട്രികളൊക്കെ ആയിട്ടും തർക്കങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ എന്താണ് രാജ്യത്തിനും പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. പിന്നെ തർക്കങ്ങളൊന്നും ഇല്ലാതെ എന്താണ് ഏതൊരു കമ്പനി ആണെങ്കിലും അവിടെ ബ്രേക്ക് ഡൗൺ ഒന്നും ആവാതെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ഒന്നും ആവാതെ മുന്നോട്ട് പോകാനായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പോടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, കേസ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കമ്പനിയിലും അത് സ്ഥാപിക്കാനായിട്ടും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അയച്ചു നോക്കിയില്ലേ? കേല്ലേ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Actors in employees relations. Actors in employee relations. The system of industrial relations consists of mainly 3 actors or participants. അതായത് നമുക്കറിയാം മെയിൻ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ട് 3 actors ആണ് ഉള്ളത്.
ഓക്കെ, 3 ആക്ടേഴ്സ് ആണ് പ്രധാനമായിട്ട് ഏതൊരു ഇൻഡസ്ട്രിയിലും ഉള്ളത് അല്ലെ. അവിടെ പ്രധാനമായിട്ടും 3 ആക്ടേഴ്സ് ആരായിരിക്കും? 3 ആക്ടേഴ്സ് ആരായിരിക്കും? 2 ആക്ടേഴ്സിന് നമുക്കറിയാം, അതായത് തൊഴിലുടമയും തൊഴിലാളിയും അല്ലെ, എംപ്ലോയർ എംപ്ലോയി. വീണ്ടും ഒരു കൂട്ടരും കൂടി വേണം. നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കണമെങ്കിൽ റോഡിൽ പോയി പോവാൻ ആ ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ സാധിക്കില്ല അല്ലെ, അവിടെ ഒരു പെർമിഷനൊക്കെ ആവശ്യമാണ്, വേണ്ടി വരില്ലേ? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ അനുമതി വേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും 3 പേര് പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ഗവൺമെന്റ്, ദെൻ എംപ്ലോയർ, ദെൻ നെക്സ്റ്റ് എംപ്ലോയി. അപ്പൊ അത് 3 ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ആക്ടേഴ്സിന്റെ എംപ്ലോയി റിലേഷൻസിൽ 3 കൂട്ടരാണുള്ളത്. The system of industry relations consists of mainly 3 actors or participants. Actors are considered as a single set of variables. However, their extent of influence varies from each other. നമുക്കറിയാം അവിടെ ഒരു കൂട്ടം വേരിയബിൾ അവരെ ഒന്നിച്ച് നിന്ന് മൂച്ചിട്ട് പോകുന്നതാണ്. അവര് തീർച്ചയായിട്ടും നമുക്കറിയാം പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പരസ്പരം ഒന്നിനോടൊന്ന് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് ആ ഒരു ഇൻഡസ്ട്രിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. The 3 actors of employees relations are as follows. നമുക്കറിയാം 3 ആക്ടേഴ്സ് ഏതാന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെ ആക്ടേഴ്സ് ആണ്? എംപ്ലോയീസ്, എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, നമുക്കറിയാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് ചിലപ്പോ ഈ പറഞ്ഞ എംപ്ലോയർ എന്താണ് തൊഴിലുടമ എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ലഭ്യമാക്കി കൊടുക്കണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു സ്ട്രെങ്ത്, ഒരു കുറച്ചും കൂടി സ്ട്രെങ്ത് വികസിപ്പിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് നിലകൊള്ളാനായിട്ട് അല്ലെ, അവിടെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ എംപ്ലോയീസിന് ആരാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? ട്രേഡ് യൂണിയൻ. വീണ്ടും എംപ്ലോയേഴ്സ് ഉണ്ട് അല്ലെ. എംപ്ലോയേഴ്സിന് നമ്മൾ വിചാരിക്കും തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല ലഭ്യമാക്കണം, തൊഴിലുടമ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ തൊഴിലുടമയ്ക്കും തീർച്ചയായിട്ടും ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള റിട്ടേണുകൾ ചിലപ്പോൾ ലഭ്യമായെന്ന് വരില്ല. സോ അങ്ങനെ വരുമ്പോഴെന്താണ്, അവരും അവരുടേതായിട്ടുള്ള അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കും അല്ലെ, എംപ്ലോയർ അസോസിയേഷൻസ്. വീണ്ടും ഗവൺമെന്റ്, നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളെയും വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം മെയിൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഗവൺമെന്റിന്റെ കൂടെ ഒരു സപ്പോർട്ട് വേണം അല്ലെ. നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ തന്നെ അവിടെ വർക്ക് പെർമിഷൻ എങ്കിലും ലഭ്യമാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ അല്ലേ? അപ്പൊ ഗവൺമെന്റിന് ചിലപ്പോ വേണമെങ്കിൽ ഇവര് പറയുന്ന മാതിരി തന്നെ എല്ലാ ആക്ടുകളും പ്രാബല്യത്തിലാക്കി കൊണ്ടുവരാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ അവരെന്താണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് കോർട്സ്, ഒരു ട്രൈബ്യൂണൽസ്. കോടതികളൊക്കെയാണ് ഇവരുടെ നിയമങ്ങളെല്ലാം മനഃശാസ്ത്രങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ അല്ലെ, 3 പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ആണ് എംപ്ലോയീസ്, തന്നെ എംപ്ലോയേഴ്സ്. മൂന്നാമത്തെ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. എംപ്ലോയീസിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ ആണെങ്കിൽ തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ അസോസിയേഷൻ. വീണ്ടും ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആരാ നിലകൊള്ളുന്നത്? ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആരായിരിക്കും? ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആരാ നിലകൊള്ളുന്നത്? ആരെ സപ്പോർട്ട് കൊണ്ട് കൂടിയിട്ടാണ് ഗവൺമെന്റ് ബാധിക്കാം? ആരെ സപ്പോർട്ട് കൂടിയിട്ടാണ്? കോർട്സ് ഓർ ട്രൈബ്യൂണൽസ്. ശരിയല്ലേ? അപ്പൊ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ ഈ 3 കാര്യം ഓർത്ത് വയ്ക്കുക. എംപ്ലോയേഴ്സ്, ഗവൺമെന്റ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് യൂണിയൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയർ അസോസിയേഷൻ. എംപ്ലോയർ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുടമകളുടെ സംഘടന, തൊഴിലാളികളുടെ അല്ല, തൊഴിലുടമയുടെ സംഘടന. ഗവൺമെന്റിനെ നമുക്കറിയാം സംരക്ഷകനായിട്ട് നിലകൊള്ളുന്നത് കോടതിയാണ്.
ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ചോദ്യം കണ്ടിട്ടുണ്ട്. മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളത്. ആരൊക്കെയാണ് ഓർമ്മയിലുണ്ടോ? ആരൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ്? അറിയില്ല, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയേ ഇപ്പൊ കിട്ടും. മെയിൻ ആക്ടേഴ്സ് ആരൊക്കെ? മെയിൻ ആക്ടേഴ്സ് ആരാന്ന് പഠിച്ചു അല്ലേ? മെയിൻ ആക്ടേഴ്സ് ആരാന്ന് പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മെസ്സേജ് എഴുതി. ഇനി ഈ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നവരും ആരാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതോടെ ആ ചാർട്ട് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പഠിച്ചു പോകാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ആരാണ്? എംപ്ലോയർ ഹൈഫൺ ആരാണ്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട്, ഗവൺമെന്റിന് വേണ്ടി. നമുക്ക് ചെയ്യണോ? ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, സമയങ്ങൾ വേണ്ട. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ ഒന്നിച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്ത് പോവാം. നമ്മൾ കണ്ടു അല്ലെ, തൊഴിലാളികള് തന്നെ ഗവൺമെന്റ് അവരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് അത് തന്നെ അല്ലെ, അവര് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആക്ടേഴ്സ് അവരെ കുറിച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. വർക്കേഴ്സ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. Workers can be of a different age, educational background, social and family background, skills, culture, etc. ഓക്കെ, നമുക്കറിയാം വർക്കേഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത അല്ലെ, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസുകളുടെ ഏജുകൾ വ്യത്യസ്തമായിരിക്കും. എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്കിൽസ്, കൾച്ചറൽ എക്സെട്ര. ഓക്കെ, അവരുടെ കഴിവുകൾ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസുകൾ എല്ലാം തന്നെ വ്യത്യസ്തമാണ്. വർക്കേഴ്സ് continuously strive to make their employment terms and conditions better. ഓക്കെ, വർക്കേഴ്സ് എപ്പോഴും നമുക്കറിയാം അവരുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലഭ്യമാക്കിയാൽ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും വർക്കേഴ്സ് ആഗ്രഹിക്കുന്നത്. ഷെയർ their viewpoints and their problems with the management. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മാനേജ്മെന്റ് ആയിട്ട് അവരുടെ അല്ലെ, ഇപ്പൊ ഇൻ കേസ് ഒരു തൊഴിലാളികള് അല്ലെ ഒരു പ്ലേസ്മെന്റ് കിട്ടിയ ഒരു ജോലിയിൽ വ്യാപൃതമായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസുകൾക്ക് അനുസൃതമായിട്ട് കുറെ അവരുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവിടെ ഷെയർ ചെയ്യും. അപ്പൊ അവിടെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അല്ലെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രോബ്ലംസ്, തെറ്റുകൾക്കൊന്നും ബുദ്ധിമുട്ടുകൾക്കൊന്നും സഫർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഒരു പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ഞാൻ എന്താണ് അവരുടെ വ്യൂ പോയിന്റ്സുകളൊക്കെ മാനേജ്മെന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് they also intended to be part of the management's decision making process. അതേപോലെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും അല്ലെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ എംപ്ലോയീസിനെ കൊടുക്കുന്നു. To achieve all this, the workers come together to form the trade union, also known as the workers organization, against management and to get maximum help from these unions. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ വർക്കേഴ്സും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. തീർച്ചയായിട്ടും വർക്കേഴ്സും മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ
അല്ലെ അവരെ യൂണിയനിലും വർക്കേഴ്സുകളൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു അല്ലെ എന്താ പറയുക ഐക്യത്തിന്റെ ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അവിടെ പറയുന്ന സെന്റൻസ് എന്താണ്? ടു അച്ചീവ് ഓൾ ദിസ് ദ വർക്കേഴ്സ് കം ടുഗദർ ടു ഫോം ദ ട്രേഡ് യൂണിയൻസ് ഓൾസോ നോൺ ആസ് വർക്കേഴ്സ് ഓർഗനൈസേഷൻസ്. അതായത് വർക്കേഴ്സിന്റെ ഓർഗനൈസേഷനിലാണ് ഈ ഒരു ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കുന്നത്. ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ളത് നമുക്കറിയാം, എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. അതേപോലെ തന്നെ പറയുന്നു അല്ലെ, ദീസ് ഓർഗനൈസേഷൻസ് എഗെയിൻസ്റ്റ് ദ മാനേജ്മെന്റ് ആൻഡ് മാക്സിമം ഹെൽപ്പ് ഫ്രം ദീസ് യൂണിയൻസ്. അതേപോലെ തന്നെ മാനേജ്മെന്റിന് എതിരായിട്ടാണ് യൂണിയൻ നേതാക്കള് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അവരിൽ നിന്ന് അല്ലെ എംപ്ലോയീസിനാണ് കൂടുതലായിട്ട് ഗുണങ്ങൾ ലഭ്യമാക്കുന്നത്. The primary objectives of the trade union is to safeguard the economic rights of the workers. Then with the help of a collective bargaining and also by a certain pressure on the management using political and the economic strategies. അപ്പോൾ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇൻ കേസ് എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ ഫീൽ ചെയ്യുന്ന രീതിയിൽ വർക്കേഴ്സ് വ്യാപരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയൻ ഒരു സേഫ് ഗാർഡ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആർക്ക് സേഫ് ഗാർഡ് ആയിട്ടാണ് നിലകൊള്ളുന്നത്? തൊഴിലാളികൾക്ക് സേഫ് ഗാർഡ് ആയിട്ട്. ഇതിനെ തൊഴിലാളികൾക്ക് സേഫ് ഗാർഡ് ആയിട്ട് നിലകൊള്ളുന്നത് അവരുടെ വേജസ് ഒക്കെ കൂട്ടി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ലഭ്യമാകണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും എന്താണ് അവിടെ സേഫ് ഗാർഡ് ആയിട്ട് നിൽക്കുന്നത് യൂണിയനുകളാണ്. അതേമാതിരി തന്നെ വർക്കേഴ്സിന്റെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന മാതിരി തന്നെ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇതെല്ലാം അവർക്ക് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും എന്താണ് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പറയുന്നുണ്ട് എംപ്ലോയർ ആൻഡ് ദെയർ ഓർഗനൈസേഷനിലേക്ക് അവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തൊഴിലാളികളുടെ ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ മറ്റൊരു പോയിന്റ് പറയുന്നത് ഓൾസോ ബൈ അസർട്ടൻ പ്രഷർ ഓൺ ദ മാനേജ്മെന്റ് യൂസിങ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രാറ്റജീസ്. അതായത് തന്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തോടു കൂടിയിട്ട് അവർക്ക് അല്ലെ മാനേജ്മെന്റിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ രീതിയിൽ അവർ വർക്ക് ചെയ്തു, ഓവർ ടൈം ചെയ്തു, അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്തി കൊടുക്കണം. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അവർക്ക് PF വേണം അല്ലെ. ചിലതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. അത് ഇത്രയും അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത് യൂണിയനുകളാണ്. എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ് നമുക്ക് അറിയാവുന്നതാണ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകൾ. അപ്പൊ തീർച്ചയായിട്ടും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ നിലകൊള്ളുന്നത്? തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ്. എംപ്ലോയീസ് ആർ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഈസ് വൺ ഓഫ് he is responsible for giving jobs to the workers, paying the wages and tax and controlling the work relations with the help of rules and regulations by enforcing labor legislation. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ. അവിടെ തൊഴിലുടമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതിലാവാതെ വിളിച്ച് മുന്നോട്ട് പോയി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന മാത്രമേ ആയിരിക്കില്ല. തൊഴിലുടമ തീർച്ചയായിട്ടും എന്താണ് കുറച്ചും കൂടി അല്ലെ അവിടെ ഒരു തന്ത്രപരമായ രീതിയിലൊക്കെ ആയിരിക്കും നീങ്ങുന്നത് അല്ലെ. ഗവൺമെന്റിനോടൊക്കെ ആയിരിക്കും അവര് ബാധിച്ച് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. ചിലപ്പോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോ വ്യാപാര നിയമങ്ങളൊക്കെ അല്ലെ ഗവൺമെന്റിന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. സോ അവിടെയുള്ള ഓർഗനൈസേഷന് വലിയ അല്ലെ നല്ല ടൈപ്പ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലാണ് അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ശരിയല്ലേ? തൊഴിലുടമകളുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി ശ്രദ്ധ അല്ലെ ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ഗ്ലോബലി നമുക്ക് ഇടപെടേണ്ട കുറെ മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ അവർക്ക് ഉണ്ടാവും. എന്റെ വീട്ടിലേ വരുമോ തൊഴിലുടമയുടെ കാര്യത്തില് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കാരണം നിയമങ്ങളിലൊക്കെയാണ് അവർക്ക് ചിലപ്പോൾ ഭേദഗതികളൊക്കെ വരുത്തേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് അത്രയും ഒരു നല്ല കഴിവിട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ നല്ല കഴിവിട്ട സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷൻസ് ഒക്കെയാണ് വേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? The wages and the tax and controlling the work relations with the
help of rules and regulations, and by enforcing labor legislations. ഓക്കെ, നമുക്കറിയാം നിയമങ്ങള് നടപടിക്രമങ്ങളൊക്കെ അല്ലെ അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ലേബർ തൊഴിലാളികൾക്ക് അല്ലെ നിയമാനുസൃതമായിട്ട് നടപ്പാക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നടപ്പാക്കി കൊടുക്കാനായിട്ട് ടൂൾസ് ചെയ്യണം. The worker is expected to abide by the rules and laws. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അല്ലെ, അവിടെ എന്താണ് റൂൾസ് ആൻഡ് ലോസുകളെല്ലാം തന്നെ അവിടെ പാലിച്ചു പോകണം അല്ലെ. ഇന്ന ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടായിരുന്നു ബെനിഫിറ്റ്സിൽ അവർക്ക് ക്യാൻറ്റീൻ സർവീസ് വേണം, PF ആനുകൂല്യം വേണം, ഗ്രാറ്റുറ്റി വേണം, അങ്ങനെയൊക്കെയുള്ള കുറെ നിയമപരമായിട്ടുള്ള കുറെ അല്ലെ നിയമ നടപടികളുണ്ടാവും. സോ അതൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് വരില്ലേ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും? എന്ത് വരില്ലേ? എന്ത് വരുമോ? സാധ്യതയുണ്ടാവും. യെസ്, അങ്ങനെ ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ പാലിച്ചു പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഹി ഓൾസോ എക്സ്പെക്ടഡ് ടു ഗീവ് ഹിസ് ഫുൾ എഫേർട്ട് ഇൻ ടു ദ ടാസ്ക്. തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെ, അവിടെ തൊഴിലുടമകളെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, ഫുൾ എഫേർട്ട് നമ്മൾ എടുക്കുന്ന ഇതിനെല്ലാം തന്നെ പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. An industrial dispute occurs when the workers and employers have conflicting expectations. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം തർക്കങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. കാരണം എംപ്ലോയേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എംപ്ലോയീസ് അല്ലെ അവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എംപ്ലോയേഴ്സ് യൂഷ്വലി ഹാവ് എ ഗ്രേറ്റർ പവർ ഓഫ് ബാർഗെയിനിങ് ദാൻ ദ വർക്കേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സിനേക്കാളും ഒരു ഗ്രേറ്റർ പവർ ആർക്കുണ്ട്? എംപ്ലോയറിനുണ്ട്. ബട്ട് വെൻ കമ്പയർ വിത്ത് ദ ട്രേഡിംഗ് യൂണിയൻസ്, യൂണിയന്റെയും കൂടി സപ്പോർട്ടോടും കൂടിയിട്ടാണ് എംപ്ലോയേഴ്സ് ബാർഗെയിൻ ചെയ്യാൻ വന്നെങ്കിൽ എംപ്ലോയർക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. പവർ ഇസ് എന്താണ് കൺസിഡറബിളി ലോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് പവർ കുറച്ച് കുറവായിരിക്കും. To balance the situation and started at a par with the trade unions, employers also have their organizations. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് യൂണിയനിനെക്കാരും തൃപ്തിപ്പെടുത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയറിന്റെ അല്ലെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. These organizations pressurize both the government and trade unions and safeguard employers' well-being. ഓക്കെ, നമുക്കറിയാം അപ്പൊ ഈ ഓർഗനൈസേഷൻസ് അല്ലെ എംപ്ലോയറിന്റെ ഈ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകണം, ട്രേഡ് യൂണിയനെ നല്ല രീതിയിൽ മുന്നോട്ട് അല്ലെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എംപ്ലോയർ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ണോ? കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. സോ ബോറായിരിക്കും അല്ലെ. ലാസ്റ്റ് ടൈമില് നമ്മൾ എംപ്ലോയറിനെയും ചെയ്യണം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് പോയിന്റും കൂടി ഉള്ളൂ, അത് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. 1 മിനിറ്റ് ഉള്ളൂ, അതില് നമ്മളുടെ തീരില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ ഏതെങ്കിലും ഭാഗത്ത്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.